പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ടെസ്റ്റ് 4ൻ്റെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് 4 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ഇനി ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 30? 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന് സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന് സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ? ഇവിടെ n എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 ഇൻറ്റു 31 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 13 2 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ആവും അല്ലേ? 15 ഇൻറ്റു 31 ഈക്വൽ ടു 465 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഹൗ മച്ച് ദിസ് സം ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിലോ 30? 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മും അതുപോലെ 30ൻ്റെ താഴെ വരുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ, 30ൻ്റെ താഴെ എത്ര ഓഡ് നമ്പേഴ്സാണുള്ളത്? 15 ഓഡ് നമ്പേഴ്സാണ് വരുന്നത് അല്ലേ? അപ്പോൾ 15 ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 മുതൽ 30ൻ്റെ തൊട്ട് താഴെയുള്ള 15 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആണല്ലേ? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് കിട്ടും. അപ്പോൾ 15 ഓഡ് നമ്പേഴ്സാണ് 30ക്ക് താഴെ വരുന്നത്. അപ്പോൾ 15ൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഇത്രയും ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായി അല്ലേ? n സ്ക്വയർ എന്നായിരുന്നു നമ്മൾ പഠിച്ച ഫോർമുല. അപ്പോൾ 225 ആണ് 15 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 465ൽ നിന്നും 225 മൈനസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ടേംസുകൾ തമ്മിലുള്ള നാച്ചുറൽ നമ്പേഴ്സും അതിനിടയിൽ വരുന്ന ഓഡ് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, സമ്മിൻ്റെ ഡിഫറൻസ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൾജിബ്രൈക് ഫോം ഓഫ് എ സീക്വൻസ് ഈസ് 2n മൈനസ് 1. ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി സീക്വൻസ് ബിലോ 50? ഇതേ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ് അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ കറക്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായവർ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താ ചെയ്യുക? 2n മൈനസ് 1 ലെസ് ദാൻ 50 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ 2n ലെസ് ദാൻ 51 എന്ന് കിട്ടും. ആ മൈനസ് 1നെ ലെസ് ദാൻ്റെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? 50 പ്ലസ് 1 ആയിട്ട് മാറും. അങ്ങനെ 2n ലെസ് ദാൻ 51 എന്ന് കിട്ടും. ഇനി നമുക്ക് n ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ n ലെസ് ദാൻ 51/2 ആണ് വരിക. 2 ഇൻറ്റു n ആണ് അല്ലേ? അപ്പോൾ ആ 2നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. n ലെസ് ദാൻ 25.5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയതൊരു ഡെസിമൽ നമ്പറാണ്. നമുക്കറിയാം ഏതൊരു സീക്വൻസിൻ്റെയും ടേംസുകളുടെ എണ്ണം എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പർ ആയിരിക്കും അല്ലേ? എണ്ണൽ സംഖ്യകളായിരിക്കും. അപ്പോൾ നമ്മൾ n ഏത് ചൂസ് ചെയ്യണം? 25 എന്ന് എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദ സീക്വൻസ് ബിലോ 50? നമുക്കറിയാം 50ക്ക് താഴെ 25 ടേംസുകളാണ് വരുന്നത് അല്ലേ? ആ 25 ടേംസുകളുടെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ നോക്കൂ, 2n മൈനസ് 1. അത് എന്തിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ്? ഏത് സീക്വൻസിൻ്റെയാണ്? അത് 1 മുതൽ വരുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ് 2n മൈനസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല എന്താ? n സ്ക്വയർ ആണല്ലോ. എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ സ്ക്വയർ കണ്ട് അതിൻ്റെ സമ്മായി. ഇവിടെ 25 ഓഡ് നമ്പേഴ്സാണുള്ളത്. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 625. അപ്പോൾ ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 625 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, consider the sequence 2, 4, 6, 8, 10, etc. This is the sequence of even numbers. It can be seen that ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ ആ ഈവൻ നമ്പേഴ്സിൽ ഓരോ ഈവൻ നമ്പറിനെയും മറ്റൊരു രീതിയിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന്? വാട്ട് ഈസ് ദ സമ്മ് 2 + 4 + 6 + etc. + 30? അതായത് 2 മുതൽ 30 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഈവൻ നമ്പേഴ്സ് വരുന്നുണ്ട്?
2 മുതൽ 30 വരെ 15 ഈവൻ നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ നമ്മുടെ ആ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ 15 × 16 എന്ന് വരും. ദാറ്റ് ഈസ് 240. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ഫ്രം 2 ഇൻ ദ ഓർഡർ മേക്ക് ദ സം 110? നമ്മൾ 2 മുതൽ എത്ര ഈവൻ നമ്പേഴ്സുകൾ ആഡ് ചെയ്യുമ്പോഴാണ് 110 നമുക്ക് കിട്ടുന്നത്? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? അപ്പോൾ n × n+1 = 110 കൊടുത്തിട്ട് നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 110 ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം 10 × 11 ആണല്ലോ 110 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് 110 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സ്? ആദ്യത്തെ 100 ഈവൻ നമ്പേഴ്സിൻ്റെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുക, n × n+1, 100 × 100 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പാറ്റേൺ കെയർഫുള്ളി. ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്? ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്രയെന്ന് അത് കണ്ടെത്താൻ നമ്മൾ ഈ പാറ്റേൺ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്, അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? n². n എന്ന് പറയുന്നത് 10 ആണ്, 10² 100 എന്ന് കിട്ടും. അടുത്തത്, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ഫ്രം 1 ഇൻ ഓർഡർ മേക്ക് ദ സം 900? 1 മുതൽ എത്ര ഓഡ് നമ്പേഴ്സുകൾ ആഡ് ചെയ്താലാണ് 900 കിട്ടുക എന്നുള്ളത്. അപ്പോൾ 900 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് കണ്ടെത്തിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ n² = 900 ആണെങ്കിൽ n = 30. ആദ്യത്തെ 30 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് 900 ആയിട്ട് മാറുന്നത്. ഹൗ മെനി ഓഡ് നമ്പേഴ്സ്? സി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ദ സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സ് ദാൻ ദ സം ഓഫ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ്? ആദ്യത്തെ 100 ഈവൻ നമ്പേഴ്സും ആദ്യത്തെ 100 ഓഡ് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല എന്താണ്? n × n+1 ആണ്. ദാറ്റ് ഈസ് n² + 1 എന്നാണ് ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല. ഓഡ് നമ്പേഴ്സിൻ്റെ ആണെങ്കിലോ n² ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, n² + n -n². അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണല്ലോ, n² + n -n². n²ന് n² ക്യാൻസൽ ആവും, പിന്നെ വരുന്നത് n ആണ്. അതുകൊണ്ട് ഇത് ഡിഫറൻസ് നമുക്ക് എത്ര പറയാം? n തന്നെയാണ്. അപ്പോൾ 100 ഈവൻ നമ്പേഴ്സും 100 ഓഡ് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 തന്നെയാണ് കേട്ടോ. അത് കിട്ടുന്നത് എങ്ങനെയാണ്? n² + n -n² എന്നാണ് അവരുടെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ അല്ല നമ്മൾ ആ സമ്മ് കാണാനുള്ള ഫോർമുല വരുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് n ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ. റൈറ്റ് ദ സംസ് ഇൻ ഈച്ച് ലൈൻ ആസ് എ സീക്വൻസ്. ഓരോ ലൈനിലെയും നമ്പേഴ്സിൻ്റെ സമ്മ് സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാ? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1 + 2 + 1 ദാറ്റ് ഈസ് 4 അല്ലേ. നമ്മൾ സീക്വൻസ് എങ്ങനെ വരും? 1, 4, 9, 16 എക്സെട്ര. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിട്ടാണ് വരുന്നത്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ ലൈൻ ഇൻ വിച്ച് ദ സം ഈസ് 81? സമ്മ് 81 ആണെങ്കിൽ എത്ര ടേംസുകൾ വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ദ ലൈൻ വിത്ത് സം 81 വിൽ ഹാവ് 9 അറ്റ് ദ സെൻറ്റർ അല്ലേ. ഈ സീക്വൻസിലൊക്കെ നോക്കൂ, ഇപ്പോൾ ഇവിടെ സെൻറ്ററിൽ 1 വന്നപ്പോൾ അത് 1² 1. നെക്സ്റ്റിൽ 2 ആണ് സെൻറ്ററിൽ വന്നത്, അപ്പോൾ അതിൻ്റെ സമ്മ് 2² ആയിട്ടാണ് വന്നത് അല്ലേ. അടുത്ത സെൻറ്ററിൽ തേർഡ് ലൈനിൽ സെൻറ്ററിൽ വന്നത് 3 ആണ്. അപ്പോൾ ആ സെൻറ്ററത്തെ ആ ലൈനത്തെ എല്ലാ ടേംസുകളുടെ സമ്മായിട്ട് വരുന്നത് 3² ആണ്. ദാറ്റ് ഈസ് 9. അടുത്ത ഫോർത്ത് ലൈനിൽ സെൻറ്ററിൽ വരുന്നത് 4 ആണ്. അപ്പോൾ ആ എല്ലാ ടേംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4² ഈക്വലായിട്ട് കിട്ടുന്നത് 16 അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 81. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ ലൈൻ ഇൻ വിച്ച് ദ സം ഈസ് 81? എല്ലാ ടേംസിൻ്റെ സമ്മും പിന്നെ ഏതെങ്കിലും ഒരു ലൈനത്തെ എല്ലാ ടേംസും കൂടി ആഡ് ചെയ്തപ്പോൾ 81 കിട്ടി. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് എത്ര ആയിരിക്കും? 9 വരും.
9 വരുമ്പോഴാണ് ആദ്യത്തെ എല്ലാ ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ 81 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൽ ആകെ എത്ര ടേംസുകളാണ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ 8 വരുമ്പോൾ അതിൻ്റെ എവിടെ വരും? ഒരു സൈഡിൽ 1 മുതൽ 8 നമ്പേഴ്സ് വരും. സെൻറ്ററിൽ 9 വരുമ്പോൾ ഒരു സൈഡിൽ 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സ് വരും. ഈ സൈഡിലാണെങ്കിലോ 8 മുതൽ 1 വരെയുള്ള ടേംസുകളും വരും. അപ്പോൾ ടോട്ടൽ 17 നമ്പേഴ്സാണ് വരുന്നത്. ക്ലിയർ ആയോ? ഇവിടെ നോക്കൂ, ഇവിടെ ഈ 4th ലൈനിൽ സെൻറ്ററിൽ വന്നത് 4 ആണ് അല്ലേ? അപ്പോൾ ഈ ടേംസുകൾ 1 + 2 + 3 + 4 + 3 + 2 + 1 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 ആണ് കിട്ടുന്നത്. അത് അങ്ങനെ ആഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. സെൻറ്ററിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ തന്നെ അതിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ 81 വരുമ്പോൾ സെൻറ്ററിൽ വരുന്നത് 9 ആണ്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് സ്റ്റാർട്ടിൽ 1 മുതൽ 8 വരെയുള്ള ടേംസ് ഉണ്ടാവും, പിന്നെ ഒരു 9 ഉണ്ടാവും, പിന്നെ 8 മുതൽ വീണ്ടും 1 വരെ ഉണ്ടാവും. അപ്പോൾ 8 8 + 16 ആവും. പിന്നെ സെൻറ്ററത്തെ 9 കൂടി നമ്മൾ കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എണ്ണം എന്ന് പറയുന്നത് 16 + 1 17 ആയിരിക്കും. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അടുത്ത് നോക്കൂ, ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ എ ലൈൻ ഈസ് ഇൻ ബിറ്റ്വീൻ 900 and 1000. വാട്ട് ഈസ് ദ സമ്മ്? ഒരു ലൈനത്തെ ഇതുപോലത്തെ ഓരോ ടേംസുകൾ ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ അതിന് സമ്മ് കിട്ടിയത് 900 and 1000 ഇടയിലുള്ളൊരു നമ്പറാണ്. 9000 അല്ല കിട്ടിയത്, 9000നും 1000നും ഇടയിലുള്ളൊരു നമ്പറാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും കിട്ടിയത്? അല്ലെങ്കിൽ ആ ലൈനത്തെ എല്ലാ ടേംസുകളുടെ സമ്മ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 900നും 1000നും ഇടയിൽ വരുന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 961 ആണ് അല്ലേ? അപ്പോൾ അതിൽ എത്ര ടേംസുകൾ ഉണ്ടായിരിക്കും? 31st അതിൻ്റെ ആ ലൈനിൽ സെൻറ്ററിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 31st ഇറ്റ് ഈസ് ദ 31 ലൈന് 31 ആയിരിക്കും. ആൻഡ് ദർ ആർ 61 നമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ലൈന്. ആ ലൈനിൽ ടോട്ടൽ 61 നമ്പേഴ്സുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു സൈഡിൽ 30, പിന്നെ അടുത്തൊന്ന് 31 അല്ലേ, പിന്നെ ഈ സൈഡിലും 30 ഉണ്ടാവും. അങ്ങനെ 61 ടേംസുകൾ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ സീക്വൻസ് 1 3 6 10 etc. 1 = 1, 3 = 1 + 2, 6 = 1 + 2 + 3, 10 = 1 + 2 + 3 + 4. വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 5th ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 3 6 10 etc. ഈ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5th ടേം ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താ? ഇതിന് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് വരുന്നില്ല. 3യും 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ 6ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് 3 ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ സീക്വൻസ് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് ഏത് ടേമും ആണെങ്കിലും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം ഏതിനോട് ഈക്വൽ ആണ്? ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിനോട് ഈക്വൽ ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിന് ഈക്വൽ ആണ്. ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 5th ടേം ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n × n + 1/2. ഇതാണ് സമ്മ് കാണാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നമുക്ക് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ 5 × 5 + 1 6 / 2 ദാറ്റ് ഈസ് 30/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പോൾ x5 ആ സീക്വൻസിൻ്റെ 5th ടേം എന്ന് പറയുന്നത് 15 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് 55 ഇൻ ദി സീക്വൻസ്? 55 ഈ സീക്വൻസിൽ എത്രാമത്തെ ടേം ആയിട്ടാണ് വരുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ n × n + 1/2 ഈക്വൽ ടു 55 ആണ്. അങ്ങനെയാണെങ്കിൽ n² + n അല്ലേ, ഈ ടേംസുകളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. n × n n², n × 1 n ഈക്വൽ ടു 55 × 2. ഈ ഡിനോമിനേറ്ററത്തെ 2 റൈറ്റിക്ക് കൊണ്ടുപോയി. അപ്പോൾ
അപ്പോൾ 55 ഇൻറ്റു 2 എന്ന് കിട്ടി. അപ്പോൾ n² പ്ലസ് n ഈക്വൽ ടു 110 എന്നാണ് കിട്ടുന്നത് അല്ലേ. 55 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 110. നോക്കൂ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 110ൻ്റെ തൊട്ട് താഴെ കാണുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കുക. ഏതാണ് 110ൻ്റെ താഴെയുള്ളത്? 100 അല്ലേ. 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. 100 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആണ്? 10ൻ്റെ. അപ്പോൾ നിങ്ങൾ ആ വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കൂ. 10² പ്ലസ് 10 ഈക്വൽ ടു 110 എന്ന് കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് 10² 100 പ്ലസ് 10 110. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് 55 എന്ന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലാർജസ്റ്റ് 2 ഡിജിറ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ ഏറ്റവും വലിയ 2 ഡിജിറ്റ് 2 ഡിജിറ്റുകൾ വരുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടെത്താവുന്നതാണ്. എങ്ങനെ കണ്ടെത്താം? n² പ്ലസ് n ഈക്വൽ ടു ലാർജസ്റ്റ് 2 ഡിജിറ്റ് ടേം എന്ന് പറയുന്നത് 99 ആണല്ലോ. വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, ആ 99 ആണെന്ന് സപ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഡബിളിനോട് ഈക്വൽ ആണെന്ന് എഴുതാം. 99 ആണെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ ലാർജസ്റ്റ് 2 ഡിജിറ്റ് ടേം 99 ആണെന്ന് അറിയാം. അത് ഈ നാച്ചുറൽ നമ്പറിൻ്റെ സമ്മൻ്റെ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആണെന്ന് പറഞ്ഞിട്ട് ഈക്വേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ നോക്കൂ, n² പ്ലസ് n ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 9 8 18 പ്ലസ് 1 19 അല്ലേ. 198 എന്ന് കിട്ടും. n² പ്ലസ് n ഈക്വൽ ടു 198 ആണ് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഈ 198ൻ്റെ തൊട്ട് താഴെ കാണുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 196 ആണല്ലോ. 196 എന്ന് പറഞ്ഞാൽ 14² ആണ് 196 ആയിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 14² 14 കൂടി ആഡ് ചെയ്താൽ നമുക്കിത് കിട്ടുമോ നോക്കാം. 14² 196 14 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 210 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളടുത്ത് എത്രയേ ഉള്ളൂ? 198 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 14 പകരം അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എടുക്കണം. 13 എടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? 13² പ്ലസ് 13/2 എത്രയെന്ന് നോക്കിയാൽ മതി. 13² എന്ന് പറയുമ്പോൾ 169 പ്ലസ് 13 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 169 പ്ലസ് 13 എന്ന് പറയുമ്പോൾ എത്ര വരും? 9 പ്ലസ് 3 12 1 പ്ലസ് 6 7 പ്ലസ് 1 8 182 എന്ന് വരും അല്ലേ. 182/2 ദാറ്റ് ഈസ് എത്ര വരും? 91. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ലാർജസ്റ്റ് 2 ഡിജിറ്റ് ടേം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മായിട്ട് വരുന്ന ലാർജസ്റ്റ് 2 ഡിജിറ്റ് ടേം എന്ന് പറയുന്നത് 91 ആണ്. എത്ര ടേംസിൻ്റെ സമ്മാണ്? 13 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് 91 എന്ന് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എത്രയെന്നുള്ളത് വളരെ എളുപ്പമാണ് അല്ലേ. 50 ഇൻറ്റു 51/2 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1275. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് ദാറ്റ് ഈസ് 210. അടുത്തത്, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 20 to 50. 20 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തായിരിക്കും വരിക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 1 മുതൽ 19 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടെത്താം. അപ്പോൾ 1 മുതൽ 19 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് നമ്മൾ 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് 210 ആണല്ലോ. അതിൽ നിന്നൊരു 20 മൈനസ് ചെയ്താൽ 1 മുതൽ 90 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മായി ദാറ്റ് ഈസ് 190 അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി?
നമുക്ക് 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം അറിയാം. അതിൽ നിന്നും 1 മുതൽ 90 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് മൈനസ് ചെയ്യുമ്പോൾ 20 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ് ഈസ് 1275 മൈനസ് 190 ഇറ്റ് ഈസ് ഈക്വൽ ടു 1085. അടുത്ത ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ. ദിസ് പാറ്റേൺ ഈസ് മെയ്ഡ് ബൈ യൂസിങ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻ എ ട്രയാങ്കുലർ അറേഞ്ച്മെൻറ്റ്. നോക്കൂ, താഴൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്? നാച്ചുറൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ട്രയാങ്കുലർ ഫോമിലാണ് ഈ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലൈനിൽ ഒരു നമ്പറും രണ്ടാമത്തെ ലൈനിൽ 3 നമ്പേഴ്സ്, മൂന്നാമത്തെ ലൈനിൽ 5 നമ്പേഴ്സ് അല്ലേ? ഈ രൂപത്തിലാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് ട്രയാങ്കുലർ ഫോമിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ ഈച്ച് ലൈൻ ഓഫ് ദ പാറ്റേൺ ആസ് എ സീക്വൻസ്. ഇത് ഓരോ ലൈനത്തെയും നമ്പേഴ്സിൻ്റെ എണ്ണം അതൊരു സീക്വൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ ഒരു നമ്പർ, അപ്പോൾ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ലൈനിൽ 3 നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം 3, നെക്സ്റ്റിൽ 5. അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? 1, 3, 5, 7, 9 എക്സെട്ര ഓഡ് നമ്പേഴ്സാണ് കിട്ടുന്നത്. ഓഡ് നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ 20th ലൈൻ ഓഫ് ദ സീക്വൻസ്. 20ാമത്തെ ലൈനിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ഓഡ് നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ എക്സ് 20 എത്രയെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമൊക്കെ അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏത് ടേമും ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്താണ്? 2n - 1 ആണ്. അതൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നവർ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കാൽക്കുലേഷൻസ് ഒന്നും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ എന്നിന് 20 എന്ന് കൊടുക്കുമ്പോൾ 39 കിട്ടി. ഇനി മറ്റൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, എക്സ് n കാണാനുള്ളത് എന്തായിരുന്നു? f + n - 1 × d. ഫസ്റ്റ് ടേം പ്ലസ് n - 1 × d കാണുമ്പോഴും നിങ്ങൾക്ക് x 20 കിട്ടും, എന്നിന് 20 വാല്യൂ കൊടുക്കുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ അപ്പിയേഴ്സ് ഇൻ ദ റൈറ്റ് എൻഡ് ഓഫ് 20th ലൈൻ. ഓക്കെ, ഈ സീക്വൻസ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 20ാമത്തെ ലൈനിൽ എൻഡ് ചെയ്യുന്ന ടേം ഏത്? 20ാമത്തെ ലൈനിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഫസ്റ്റ് ലൈനിൽ 1 തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ ലൈനിൽ എൻഡ് ചെയ്യുന്നത് 4 ആണ്. സെക്കൻഡ് ലൈനിൽ എൻഡ് ചെയ്യുന്ന നമ്പർ 4. തേർഡ് ലൈനിൽ എൻഡ് ചെയ്യുന്ന നമ്പർ 9 ആണ്. അപ്പോൾ 2, 4, 3, 9 എന്താ അതിൻ്റെ റിലേഷന്? ഇതൊക്കെ സ്ക്വയേഴ്സാണ് വരുന്നത് അല്ലേ? 3ൻ്റെ സ്ക്വയറാണ് 9, 2ൻ്റെ സ്ക്വയറാണ് 4. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ലൈനിൽ എൻഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 20ൻ്റെ സ്ക്വയർ ആണല്ലോ. 20ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 വരുന്നത് അല്ലേ? ഓക്കെ, അടുത്തത്, വിച്ച് നമ്പർ അപ്പിയേഴ്സ് ഇൻ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് 20th ലൈൻ. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. നോക്കൂ, ഇവിടെ സെക്കൻഡ് ലൈനിൽ എൻഡ് ചെയ്യുന്നത് 4 ആണല്ലോ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ ആ 4നോട് 1 കൂട്ടുമ്പോൾ തേർഡ് ലൈനിൽ ഫസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് കിട്ടുന്നു അല്ലേ? ഇതിൽ തേർഡ് ലൈനിൽ എൻഡ് ചെയ്യുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണ്? 9 + 1 10 ആണല്ലോ. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് 20th ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ കണ്ടെത്താം. കാരണം അതിന് തൊട്ട് മുന്നുള്ള ലൈനിൽ എൻഡ് ചെയ്യുന്നത് 19ൻ്റെ സ്ക്വയർ ആയിരിക്കും. 19ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 361. അതിനോടൊന്ന് ആഡ് ചെയ്യുമ്പോൾ 20th ലൈനിൽ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് കിട്ടും. ദാറ്റ് ഈസ് 362. ഇനി അടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് യൂസ്ഡ് ടു മേക്ക് 20 ലൈൻസ് ഓഫ് ദിസ് പാറ്റേൺ. 1 മുതൽ നമ്മൾ 20 ലൈൻസ് വരെ എഴുതുകയാണെങ്കിൽ അത്രയും നമ്പേഴ്സിൻ്റെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 20ാമത്തെ ലൈനിൽ എൻഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 400 ആണ്. ഈ പാറ്റേൺസ് ടേംസുകളൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ എഴുതി 400 വരെ എത്തും. അപ്പോൾ
1 മുതൽ 400 വരെയുള്ള ടേംസിൻ്റെ സമ്മായിരിക്കും 20 ലൈൻസിൻ്റെ ടേംസുകളുടെ സമ്മ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര വരും? 400 ഇൻറ്റു 401/2 ദാറ്റ് ഈസ് എത്ര വരും? 80,200 എന്ന് വരും അല്ലേ? 80,200 ആണ് 1 മുതൽ 400 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ടെസ്റ്റിൽ ഏതെങ്കിലും ആൻസർ തെറ്റിപ്പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് തെറ്റാതെ ആൻസർ കണ്ടെത്താൻ തയ്യാറാവണം. ഓക്കെ, അതാണ് വേണ്ടത് കേട്ടോ. ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ല വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഇതേ മോഡൽ വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആവണം. ഓക്കെ.